Good morning. So next we can see what are the rights and duties of principal towards agent. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ പ്രിൻസിപ്പൽ റൈറ്റ്സ് വരുന്ന സമയത്ത് ഫസ്റ്റ് വൺ, ദ പ്രിൻസിപ്പൽ ഇസ് എൻറ്റൈറ്റിൽ ടു പ്രോപ്പർ അക്കൗണ്ട്സ് ഫ്രം ഹിസ് ഏജൻറ്റ്. അതാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് എന്തെല്ലാം ഏജൻറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രോപ്പർ അക്കൗണ്ട്സ് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രിൻസിപ്പളിനുണ്ട്. ദെൻ സെക്കൻഡ് റൈറ്റ് ഇസ് ഹീ ഈസ് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് എനി പ്രോഫിറ്റ് ദ ഏജൻറ്റ് മേക്സ് ബൈ ഡീലിംഗ് വിത്ത് ദ പ്രിൻസിപ്പൽസ് ഗുഡ്സ് ഓൺ ദ ഏജൻറ്റ്സ് ഓൺ അക്കൗണ്ട്. ഇനി ചിലപ്പം ഏജൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഏജൻറ്റിൻ്റെ ഓൺ അക്കൗണ്ടിലായിരിക്കും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവുക, കണക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്തും അതിലെന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള റൈറ്റും ആർക്കുണ്ട്? പ്രിൻസിപ്പളിനുണ്ട്. ഹീസ് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് എനി പ്രോഫിറ്റ് ദ ഏജൻറ്റ് മേക്സ് ബൈ ഡീലിംഗ് വിത്ത് ദ പ്രിൻസിപ്പൽസ് ഗുഡ്സ് ഓൺ ദി ഏജൻറ്റ്സ് ഓൺ അക്കൗണ്ട്. പിന്നെ ഒരു റൈറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തേർഡ് റൈറ്റ് ഈസ് he must expect the agent to use reasonable diligence in an emergency in communicating and seeking advice from him. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഡ്യൂട്ടീസ് ഓഫ് ഏജൻറ്റിൽ, അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് അങ്ങനെയൊക്കെ സമയത്ത് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? ഏജൻറ്റിന് പ്രിൻസിപ്പളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് പ്രിൻസിപ്പളുടെ ഒരു റൈറ്റാണ്. ഹി മസ്റ്റ് എക്സ്പെക്ട് ദ ഏജൻറ്റ് ടു യൂസ് റീസണബിൾ ഡിലിഗൻസ് ഇൻ എൻ എമർജൻസി ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് സീക്കിംഗ് അഡ്വൈസ് ഓഫ് ദി പ്രിൻസിപ്പൾ. ദ നെക്സ്റ്റ് വൺ ഈസ് the principal may expect that in the conduct of his business the agent will use as much skill as is generally possessed by persons engaged in business. അത് നമ്മൾ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സാധാരണ ഒരാൾ അയാളുടെ സ്വന്തം ബിസിനസ് എങ്ങനെ നോക്കുന്നുവോ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടും ഒക്കെ വേണം എന്ത് ചെയ്യാൻ? പ്രിൻസിപ്പളുടെ ബിസിനസ് ആണെങ്കിൽ കൂടി ഏജൻറ്റ് നോക്കേണ്ടത്. അപ്പോൾ അതും പ്രിൻസിപ്പൾക്ക് ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി റൈറ്റ്സ് ഓഫ് പ്രിൻസിപ്പൾ. The next one, he has the right to give directions according to which the agent should conduct the business of the principal. അപ്പോൾ ആവശ്യത്തിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എനി സച്ച് ഡയറക്ഷൻസ് ദ ഏജൻറ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു കണ്ടക്ട് ദ ബിസിനസ് അക്കോർഡിംഗ് ടു ദ കസ്റ്റം ഓഫ് ട്രേഡ് പ്രിവെയിൽസ് ഇൻ ദാറ്റ് പ്ലേസ്. അപ്പം പ്രിൻസിപ്പളിനുള്ള വേറൊരു റൈറ്റാണ് അയാൾക്ക് എന്ത് ചെയ്യാം? ഏജൻസി ബിസിനസ്സിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഹി ക്യാൻ ഗീവ് ഡയറക്ഷൻസ്. ഇനി ഡയറക്ഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയോ അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഏജൻറ്റ് എന്ത് ചെയ്തിരിക്കണം? അവിടുത്തെ കസ്റ്റം എങ്ങനെയാണോ നോക്കി അതിനനുസരിച്ച് ഹി ഷുഡ് ക്യാരി ഔട്ട് ദ ബിസിനസ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് the principal is entitled to all sums received by the agent on his account after deducting therefrom the agent's dues on account of remuneration and expense. അതും നമ്മൾ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെ പ്രിൻസിപ്പൾ റൈറ്റായി വരുന്നത്. അപ്പോൾ ഏജൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടി പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ മണീസ് ഉണ്ടോ അതെല്ലാം ആർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പളിന്. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ഡിഡക്റ്റ് ചെയ്യാം? ഏജൻറ്റ്സ് റെമ്യൂണറേഷൻ ആൻഡ് എക്സ്പെൻസസ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രിൻസിപ്പളിനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, the principal can revoke the authority of the agent under certain circumstances. വേണമെങ്കിൽ ചിലപ്പം പ്രിൻസിപ്പളിന് എന്താക്കാം എന്നാണ് പറയുന്നത്? ഹി ക്യാൻ റിവോക്ക് ദ അതോറിറ്റി ഓഫ് ദി ഏജൻറ്റ്. വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പം ടെർമിനേറ്റ് ചെയ്യണം തോന്നിയാൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് പ്രിൻസിപ്പളിനുണ്ട്. ദെൻ പ്രിൻസിപ്പൾ ഇസ് എൻറ്റൈറ്റിൽ ടു കോമ്പൻസേഷൻ ഫോർ എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ബൈ ദി ഏജൻറ്റ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഹി ക്യാൻ റിക്കവർ, അതായത് പ്രിൻസിപ്പൾ ക്യാൻ റിക്കവർ കോമ്പൻസേഷൻ ഫോർ എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ബൈ ദി ഏജൻറ്റ്. Then last one, the principal can recover secret profit made by the agent out of the agency. ഇനി പ്രിൻസിപ്പൾ ഏജൻറ്റ് എന്തെങ്കിലും സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏജൻറ്റിന് പ്രിൻസിപ്പളിന് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? ഹീ ഈസ് എൻറ്റൈറ്റിൽ ടു get any extra profit that agent has made out of his agency. Okay. അപ്പോൾ ഇത്രയാണ് പ്രിൻസിപ്പൾസ് റൈറ്റ്സ് പറയുന്നത്, റൈറ്റ്സ് ഓഫ് പ്രിൻസിപ്പൾ. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് പ്രിൻസിപ്പൾ എന്നുള്ളത്.
ഡ്യൂട്ടീസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പറയുന്നത് സെക്ഷൻ 222 പ്രകാരമാണ്. അപ്പോൾ സെക്ഷൻ 222 ഇതാണ് പറയുന്നത്, ദ പ്രിൻസിപ്പൽ ഇസ് ഡ്യൂട്ടി ബൗണ്ട് ടു ഇൻറ്റെമ്നിഫൈ ദ ഏജൻറ്റ് എഗെയിൻസ്റ്റ് ഓൾ കോൺസിക്വൻസസ് ഓഫ് ഏജൻറ്റ്സ് ലോഫുൾ ആക്ട്. നമ്മൾ ഏജൻസിൻ്റെ റൈറ്റ് പഠിച്ചില്ലേ, അതാണ് ഇനി പ്രിൻസിപ്പൾ ഡ്യൂട്ടി ആയിട്ട് വരിക. അപ്പോൾ ഏകദേശം അങ്ങനെ പഠിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനും ഈസിയാണ്. ഏജൻറ്റിൻ്റെ റൈറ്റ് ആയിരിക്കും പ്രിൻസിപ്പളെ ഡ്യൂട്ടി ആയി വരിക, ഏജൻറ്റിൻ്റെ ഡ്യൂട്ടീസാണ് പ്രിൻസിപ്പളെ റൈറ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഡ്യൂട്ടീസ് ഓഫ് പ്രിൻസിപ്പിളിൽ വരുന്നത് ഒന്നാണ്. ഫസ്റ്റ് വൺ ഇതാ പറയുന്നത്, സെക്ഷൻ 222 പ്രകാരം പ്രിൻസിപ്പളിന് എന്തിനുള്ള എന്താ അയാളുടെ കടമ എന്ന് പറയുന്നത്, ടു ഇൻറ്റെമ്നിഫൈ ദ ഏജൻറ്റ് എഗെയിൻസ്റ്റ് ഓൾ കോൺസിക്വൻസസ് ഓഫ് ഏജൻറ്റ്സ് ലോഫുൾ ആക്ട്. ഏജൻറ്റ് നിയമപരമായി എന്ത് ചെയ്താലും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും നഷ്ടങ്ങളട്ടം ഏജൻറ്റിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താക്കണം, ഇൻറ്റെമ്നിഫൈ ചെയ്യുക. ഹി ഷുഡ് മേക്ക് ഗുഡ് ദ ലോസ് ഓഫ് ഏജൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ 223 പറയുന്നത് ഇതാണ്, പ്രിൻസിപ്പിൾ ഇസ് ഇമ്പോസസ് ദ പ്രിൻസിപ്പിൾ ദ ഡ്യൂട്ടി ഓഫ് ഇൻറ്റെമ്നിഫൈയിങ് ദ ഏജൻറ്റ് എഗെയിൻസ്റ്റ് ഓൾ കോൺസിക്വൻസസ് ഓഫ് ആക്ട് ഓഫ് ഏജൻറ്റ് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. നമ്മൾ 223 പഠിച്ചിട്ടുണ്ട്. ചിലപ്പം അൺലോഫുൾ ആയിരിക്കാം ഏജൻറ്റ് ചെയ്തത്, പക്ഷേ അയാൾ അറിയാണ്ട് ചെയ്തതാണെങ്കിൽ, അതായത് ഹി ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്, ശരിയാണെന്ന് വിചാരിച്ച് ചെയ്തു പോയ കാര്യങ്ങളാണെങ്കിൽ കൂടി പ്രിൻസിപ്പിൾ എന്താക്കണം എന്നാണ് പറയുന്നത്, പ്രിൻസിപ്പിളുടെ ഡ്യൂട്ടിയാണ് എന്ത്, ഇൻറ്റെമ്നിഫൈ ദ ഏജൻറ്റ്. അതാണ് 223 പറയുന്നത്. ഓക്കെ, അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദ ഏജൻറ്റ് ഡസ് ആൻ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തിൻ അതോറിറ്റി ആൻഡ് ഇറ്റ് കോസസ് ഇഞ്ചുറി ടു തേർഡ് പേഴ്സൺ, ഒന്നുകിൽ തേർഡ് പേഴ്സൺ ആവാം ഇഞ്ചുറി ഉണ്ടായത്, അല്ലെങ്കിൽ ഏജൻറ്റിന് തന്നെയാവാം, ദ പ്രിൻസിപ്പിൾ മസ്റ്റ് ഇൻറ്റെമ്നിഫൈ ദ ഏജൻറ്റ് എഗെയിൻസ്റ്റ് എനി ലോസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സെക്ഷൻ 225 പറയുന്നത് ഇതാണ്, എന്താണ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രിൻസിപ്പിൾ ഇൻഡെമ്നിഫൈ ദ ഏജൻറ്റ് ഫോർ ഇഞ്ചുറി കോസ്റ്റ് ഡ്യൂ ടു ദ പ്രിൻസിപ്പിൾസ് നെഗ്ലിജൻസ്. അതായത് പ്രിൻസിപ്പിളിൻ്റെ അശ്രദ്ധ കുറവ് മൂലം ഏജൻറ്റിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്, പ്രിൻസിപ്പിളിനാണ്. ഓക്കെ, അപ്പോൾ ദ പ്രിൻസിപ്പിൾ മസ്റ്റ് മേക്ക് കോമ്പൻസേഷൻ ടു ദ ഏജൻറ്റ് in respect of injury caused to such agent by principal's neglect or want of skill. The last one is the principal must pay to the agent the commission or remuneration agreed. അതായത് എന്താണോ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രിൻസിപ്പൽ ടു പേ ദ ഏജൻറ്റ് റെമ്യൂണറേഷൻ ഓർ കമ്മീഷൻ ആൻഡ് അതർ എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഏജൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നഷ്ടമോ എക്സ്പെൻസസോ അങ്ങനെ എന്തെങ്കിലും ഏജൻറ്റിന് ചെയ്യാതിരിക്കില്ല, എന്തായാലും എക്സ്പെൻസസ് ഒക്കെ വരും. അങ്ങനെയുള്ള എക്സ്പെൻസസ്, അതേപോലെ ഏജൻറ്റിൻ്റെ റെമ്യൂണറേഷൻ, ഇതൊക്കെ ആര് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, പ്രിൻസിപ്പൽ. ഓക്കെ, സോ ദീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദി പ്രിൻസിപ്പൽ. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ലയബിലിറ്റീസ് ഓഫ് പ്രിൻസിപ്പൽ ടു തേർഡ് പാർട്ടീസ് എന്നാണ്. അപ്പോൾ തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ പേഴ്സണൽ ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു തേർഡ് പാർട്ടീസ് നോക്കാം. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഓൾ ആക്ട്സ് ഓഫ് ഏജൻറ്റ് ഡൺ വിത്തിൻ ഹിസ് അതോറിറ്റി. അതായത് ഏജൻറ്റിന് കൊടുത്ത അതോറിറ്റി പ്രകാരം ഏജൻറ്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മുകളിൽ എന്ത് ഭവിഷ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരാണ് റെസ്പോൺസിബിൾ, പ്രിൻസിപ്പൽ ഈസ് റെസ്പോൺസിബിൾ ടു തേർഡ് പാർട്ടീസ്. തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഈസ് റെസ്പോൺസിബിൾ ടു തേർഡ് പാർട്ടി. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, എനി കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ ദ ഏജൻറ്റ് വിൽ ബൈൻഡ് ദ പ്രിൻസിപ്പൽ എന്നാണ് പറയുന്നത്. ദ പ്രിൻസിപ്പൽ ഈസ് ലയബിൾ ഫോർ ദി ആക്ട് ഓഫ് ഏജൻറ്റ് ഇഫ് ദേ ആർ ഡൺ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി. Then second one, misrepresentation or fraud of the agent. അതായത് ചില സമയത്ത് എന്തെങ്കിലും ചതിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏജൻറ്റ് മിസ്റെപ്രസെൻറ്റ് ചെയ്യുക, അതായത് ഏജൻറ്റ് പറയാം ഞാൻ ആ പ്രിൻസിപ്പൾ എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് ചിലപ്പോൾ കച്ചവടം നടത്തും. അങ്ങനെയൊക്കെയുള്ളൊരു കേസിൽ പ്രിൻസിപ്പൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ആൻഡ് ഇസ് ബൗണ്ട് ബൈ മിസ്റെപ്രസെൻറ്റേഷൻ
or fraud committed by agent in respect of matters falling within his authority. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. വൈൽ സെർവിങ് ദ പ്രിൻസിപ്പൽ ആസ് എൻ ഏജൻറ്റ് ഇഫ് ദി ഏജൻറ്റ് കമ്മിറ്റ്സ് ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ ദ പ്രിൻസിപ്പൽ ഇസ് ലയബിൾ ഫോർ ഹിസ് ആക്ട് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ബൈ ഏജൻറ്റ്. അതായത് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ബൈ ഏജൻറ്റ് എന്ന് പറയുന്നത് വേർ എൻ ഏജൻറ്റ് റിസീവ്സ് എനി ഇൻഫർമേഷൻ the presumption is that the agent communicates the same to his principal, and it is construed that the principal has taken notice of it even though the agent did not in fact communicate the information. അതിനെയാണ് നമ്മൾ doctrine of constructive notice എന്ന് പറയുന്നത്. But the information must be material to the business of agency. Where it is irrelevant and has nothing to do with the business of agency, the doctrine of constructive notice will not arise എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഏജൻസി നോട്ടീസ് ഓർ ഇൻഫർമേഷൻ ഗിവൺ ടു ദ ഏജൻറ്റ് ഇസ് കൺസിഡേർഡ് നോട്ടീസ് ടു ദ പ്രിൻസിപ്പൾ. എന്തെങ്കിലും ഒരു എന്താ പറയുക ഇൻഫർമേഷനോ കത്തോ അങ്ങനെയൊക്കെ കിട്ടുമല്ലോ ഈ ബിസിനസ്സിൽ, അതൊക്കെ ശരിക്കും ഏജൻറ്റിന് കൊടുത്തതാണെങ്കിൽ കൂടി ഇത് ആർക്കുള്ളതാണ്? ശരിക്കും പ്രിൻസിപ്പളിനുള്ളതാണ്. ദാറ്റ് മീൻസ് ദ നോളജ് ഓഫ് ദ ഏജൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ നോളജ് ഓഫ് ഹിസ് പ്രിൻസിപ്പൾ. അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് എന്താ പറയുന്നത്, ഏജൻറ്റ് എന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്, ഇത് ശരിക്കും ഏജൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ഹിസ് പ്രിൻസിപ്പൾ. ആൻഡ് നമ്മളെ അസംഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ പ്രിൻസിപ്പൾ ഹാസ് ടേക്കൺ നോട്ടീസ് ഓഫ് ഇറ്റ് ഈവൻ ദോ ദ ഏജൻറ്റ് ഡിഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു കേസിൽ അതായത് ഇൻഫർമേഷൻ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ്, അതായത് മെറ്റീരിയൽ ടു ദ ബിസിനസ് ഓഫ് ഏജൻസി. മനസ്സിലായല്ലോ. അപ്പം ഇവിടെ പറയുന്നത് ഏജൻറ്റിനാണ് ഇൻഫർമേഷൻ കിട്ടിയതെങ്കിൽ അത് അയാൾ പ്രിൻസിപ്പളോട് പറയണം എന്നുള്ളത് ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിനെ. അഥവാ പറയാതെ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് പ്രിൻസിപ്പൾ ഷുഡ് നോ അബൌട്ട് ഇറ്റ്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ ഇസ് ലയബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വെർ ദ ഏജൻറ്റ് ആക്ട് ഫോർ അൺനെയിംഡ് ഓർ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ. ചിലപ്പോൾ ഒരു ഇതുവരെ നമ്മൾ ആ ബിസിനസ്സിൽ ഏജൻസി ബിസിനസ്സിൽ ആരാണ് പ്രിൻസിപ്പൾ എന്നുള്ളത് തേർഡ് പാർട്ടിക്ക് അറിയേയില്ല. അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ ആണെങ്കിൽ ഇഫ് എൻ ഏജൻറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് തേർഡ് പാർട്ടീസ് വിത്തൗട്ട് ഡിസ്ക്ലോസിങ് ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പൾ, അങ്ങനെയുള്ള പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അൺനെയിംഡ് ഓർ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ. അങ്ങനെയുള്ള കേസിൽ തേർഡ് പാർട്ടീസ് ഹാവ് എ റൈറ്റ് ടു ഡിസ്കവർ ദ പ്രിൻസിപ്പിൾ. അവർക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കുക ആരാണ് പ്രിൻസിപ്പിൾ എന്നുള്ളതും ആൻഡ് ടു പ്രൊസീഡ് അഗെയിൻസ്റ്റ് ഹിം ആൻഡ് ഹോൾഡ് ഹിം റെസ്പോൺസിബിൾ ഫോർ ദ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ ദി ഏജൻറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്തത് വരുന്നതാണ് വെർ ദ ഏജൻറ്റ് ഇസ് പേഴ്സണലി ലയബിൾ. ചില സമയത്ത് ഏജൻറ്റ് ഉണ്ടല്ലോ അയാൾ തന്നെ ലയബിൾ ആവും. എപ്പോഴാണ് അയാൾക്ക് ബാധ്യത വരുന്നത് നോക്കാം. ഇൻ കേസസ് വെയർ ദ ഏജൻറ്റ് ഹാസ് റെൻഡേർഡ് ഹിംസെൽഫ് പേഴ്സണലി ലയബിൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻസ്, എ തേർഡ് പേഴ്സൺ ഡീലിംഗ് വിത്ത് ഹിം മേ ഹോൾഡ് ഈതർ ഹിം ഓർ എസ് പ്രിൻസിപ്പിൾ ഓർ ബോത്ത് ഓഫ് ദം ലയബിൾ. അപ്പോൾ ചില കേസസിൽ ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആവുകയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഒന്നുകിൽ അയാളെ അതായത് ഏജൻറ്റ് ലയബിൾ ആവും, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ലയബിൾ ആവും, ഓർ ബോത്ത് ഓഫ് ദം ടുഗെദർ, രണ്ടാൾക്കും വരും ബാധ്യത. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു, എ എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ബി ടു സെൽ ഹിം 100 bales ഓഫ് കോട്ടൺ. എയും ബിയും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതാണ്, ബിക്ക് 100 bales ഓഫ് കോട്ടൺ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആഫ്റ്റർവേർഡ്സ് ബി വാസ് ആക്ടിങ് എൻ ഏജൻറ്റ് ഫോർ സി. ഈ ബി പിന്നീടാണ് സീൻ്റെ ഏജൻറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എ മേ സ്യൂ ഈതർ ബി ഓർ സി ഓർ ബോത്ത് ഫോർ ദ പ്രൈസ് ഓഫ് ദ കോട്ടൺ. ഇനി കോട്ടൺ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ബീനതാക്കാം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് സീൻ്റെ ഏജൻ്റ് ആണല്ലോ, സീൻ്റെ എതിരെ കേസ് കൊടുക്കാം പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലയബിലിറ്റീസ് ഓഫ് പ്രിൻസിപ്പിൾ ടു തേർഡ് പാർട്ടി. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ലയബിലിറ്റി ഓഫ് ഏജൻറ്റ് ടു തേർഡ് പാർട്ടീസ് എന്നുള്ളതാണ്. അപ്പോൾ ജനറലി ഇൻ എ കോൺട്രാക്ട് ഓഫ് ഏജൻസി
The agent is not personally liable for any contract brought about by him. അതായത് സെക്ഷൻ 230 പറയുന്നുണ്ട്, ഏജൻസി ബിസിനസ്സിൽ ശരിക്കും ഏജൻസിന് എന്തില്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല തേർഡ് പാർട്ടീൻ്റെ അടുത്ത്. എല്ലാത്തിനും ആരാണ് റെസ്പോൺസിബിൾ ആവുന്നത്? പ്രിൻസിപ്പൾ ആയിരിക്കും. സോ കോൺട്രാക്റ്റിൽ ഇതാണ് പറയുന്നത്, ദ ഏജൻറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദാറ്റ് എഫക്റ്റ് ഇസ് നോട്ട് പേഴ്സണലി ബൗണ്ട് by the contract entered into by him on behalf of his principal. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാ കേസിലും ഏജൻറ്റിന് അങ്ങനെ ഒരു രക്ഷപ്പെടാൻ പറ്റില്ല. ദർ ആർ സം എക്സെപ്ഷൻസ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻഡ് സംടൈംസ് ഏജൻറ്റ് വിൽ ബി പേഴ്സണലി ലയബിൾ. അപ്പോൾ ഏതൊക്കെ കേസസാണ് നോക്കാം. ഫസ്റ്റ് വൺ, when the contract expressly provides, കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത്, ഏജൻ്റ് ആയിരിക്കും ലയബിൾ ആവുക. അതായത് ഒന്നുകിൽ എഴുതിയിട്ടുണ്ടാവും ഓർ ഓറലി ഇറ്റ് ഈസ് മെൻഷൻഡ്. അപ്പോൾ വേർ ദ കോൺട്രാക്ട് ഫോർ തേർഡ് പാർട്ടീസ് സ്പെഷ്യലി സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് ദ ഏജൻറ്റ് ഷുഡ് ബി പേഴ്സണലി ലയബിൾ, ഇൻ സച്ച് കേസസ് ഏജൻറ്റ് വുഡ് ബി പേഴ്സണലി ലയബിൾ. ടെക്സ്റ്റ് തുറന്നു വെച്ചിരിക്കണം. ദെൻ സെക്കൻഡ് കേസ്, വെർ ദ ഏജൻറ്റ് ആക്ട് ഫോർ ഫോറിൻ പ്രിൻസിപ്പിൾ. അവിടെയും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഏജൻറ്റാണ് ആരുമായിട്ട് കോൺട്രാക്റ്റ് വരുന്നത്, കോൺട്രാക്ട് ഫോർ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ എ ഫോറിൻ പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഫോർ എ മെർച്ചൻറ്റ് റിസൈഡിങ് അബ്രോഡ്. ഇറ്റ് ഈസ് ദ ഏജൻറ്റ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ആൻഡ് നോട്ട് ദ പ്രിൻസിപ്പിൾ. അതായത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാളും ചൈനയിലാണ് പ്രിൻസിപ്പിൾ കിടക്കുന്നത്, മനസ്സിലായല്ലോ. ശരിക്കുള്ള ഓണർ ചൈനക്കാരൻ്റെ സാധനമാണ് ഇന്ത്യക്കാരൻ വിൽക്കുന്നതെങ്കിൽ ഇന്ത്യക്കാരടുത്ത് ആരാണ് റെസ്പോൺസിബിൾ ആവുന്നത്? നമ്മൾ ഇന്ത്യയിലുള്ള ഈ ഏജൻറ്റാണ്. അല്ലാണ്ട് നമ്മൾ ചൈനയിലെ പ്രിൻസിപ്പിളിനെതിരായിട്ടൊന്നും കേസ് കൊടുക്കില്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വെർ ദ ഏജൻറ്റ് ആക്ട് ഫോർ എൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, അൺനെയിംഡ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ, വെർ എൻ ഏജൻറ്റ് ആക്ട് ഫോർ എൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ, ഏജൻറ്റ് ഈസ് പേഴ്സണലി ലയബിൾ. കാരണം അയാൾ ഇതുവരെ പ്രിൻസിപ്പിൾ ആരാന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തേർഡ് പാർട്ടീൻ്റെ അടുത്ത് നിന്ന് ആർക്കാ ഹൂ ഇസ് ലയബിൾ? ദ ഏജൻറ്റ് അലോൺ ഇസ് ലയബിൾ. ബട്ട് ഇറ്റ് ഈസ് ഓപ്പൺ ടു തേർഡ് പാർട്ടി ഓൺ ഡിസ്കവറിംഗ് ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പിൾ ടു സ്യൂ ഹിം ഇഫ് ഹീ സോ ചൂസസ്. തേർഡ് പാർട്ടിക്ക് അതിനുള്ളൊരു റൈറ്റും കൂടെ ഉണ്ട്. ആരാണ് പ്രിൻസിപ്പിൾ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ പ്രിൻസിപ്പിൾക്കെതിരെയും കേസ് കൊടുക്കാം, നേരത്തെ പറഞ്ഞല്ലോ. Then fourth point, when acting for a principal who cannot be sued. ചിലപ്പോൾ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൾ കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കണം എന്നൊക്കെ. പക്ഷേ ചില പ്രിൻസിപ്പൾമാരെങ്ങനെയായിരിക്കും വെച്ചാൽ അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കേസൊന്നും കൊടുക്കാൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെയുള്ള കേസാണെങ്കിൽ ആർക്കെതിരെയാണ് കേസ് വരിക? ഏജൻറ്റിനെതിരെ ആയിരിക്കും. അപ്പോൾ ഇൻ കേസ് വെയർ നോ സ്യൂട്ട് ക്യാൻ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നതാണ്, വേർ പ്രിൻസിപ്പിൾ ഇസ് എ ഫോറിൻ സോവറിൻ ഓർ അംബാസിഡർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അപ്പം അവരെ ഒക്കെ ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ, ഏജൻസി ബിസിനസ് ആണെങ്കിൽ, ദ ഏജൻറ്റ് അലോൺ ഇസ് പേഴ്സണലി ലയബിൾ ആൻഡ് ആൻസറബിൾ ടു തേർഡ് പാർട്ടീസ്. ഓക്കെ, ദെൻ കംസ് മണി പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓർ fraud. Where an agent receives money by mistake or fraud from third parties, he can be sued and he alone is liable. അതായത് പൈസ കച്ചവടമൊക്കെ നടത്തുന്നത് ആര് തമ്മിലായിരിക്കും? സാധനം വിൽക്കും വാങ്ങും ചെയ്യുന്നത് ഏജൻറ്റും തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പോൾ തേർഡ് പാർട്ടീൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും അധികം പൈസ വാങ്ങിപ്പോവോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആർക്കെതിരെ മാത്രമേ കേസ് കൊടുക്കുള്ളൂ? ഏജൻറ്റിന്. കാരണം പ്രിൻസിപ്പളിനെ അറിയുന്നില്ലല്ലോ, പ്രിൻസിപ്പളാണ് അല്ലല്ലോ വാങ്ങുന്നതൊന്നും ഇങ്ങനെ. ഓക്കെ, ദെൻ ഏജൻറ്റ് അടുത്തതാണ്, ഏജൻറ്റ് ലയബിൾ ഫോർ ആക്ട് ഡൺ വിത്തൗട്ട് അതോറിറ്റി. വെർ ആൻ ഏജൻറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൾ വിത്തൗട്ട് ഹിസ് അതോറിറ്റി ആൻഡ് ഇഫ് ദ പ്രിൻസിപ്പൾ subsequently refuses to ratify the act of agent, in such case the agent is liable to third party. അതായത് ഏജൻറ്റിന് കൊടുത്ത അതോറിറ്റി എക്സീഡ് ചെയ്തുകൊണ്ട് ഏജൻറ്റ് പ്രവർത്തിച്ചു, പ്രിൻസിപ്പിളാണ് അത് റാറ്റിഫൈ ചെയ്യുന്നില്ല. റാറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നീട് അത് അപ്രൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് ഏജൻറ്റ് അലോൺ ഇസ് ലയബിൾ. ദെൻ വെൻ അതോറിറ്റി ഇസ് വൺ കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. അപ്പം when an agent himself has a personal interest in the subject matter of the contract,
it is said that the authority is one coupled with interest. In such case, agent can sue and be sued personally. Last one, where the custom of trade makes the agent liable. ചില കസ്റ്റം ഓഫ് ട്രേഡ് തന്നെ അനുസരിച്ചിട്ട് ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. Where there is a trade usage or custom which makes the agent personally liable, in such cases he is liable unless there is a contract to contrary എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ നമ്മളടുത്ത് കോൺസിക്വൻസസ് ഓഫ് കോൺട്രാക്ട് വിത്ത് ആൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൽ